ഒരു വീട്ടിൽ സമാധാനമുണ്ടാകാൻ, നന്മയുണ്ടാകാൻ, ശാന്തി ഉണ്ടാകാൻ വിശാലമായ വിട്ടുവീഴ്ചയും അങ്ങേയറ്റത്തെ പുറത്തു കൊടുക്കലും മാപ്പാക്കലും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. അഥവാ അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ അവരെ വളർത്തുന്നതിൽ നിങ്ങൾക്കുണ്ടാകണം. അതേ സന്ദർഭത്തിൽ അവരിലുണ്ടാകുന്ന വീഴ്ചകൾ, അബദ്ധങ്ങൾ എല്ലാം സ്വാഭാവികമാണ്. അതിനെല്ലാം നിങ്ങൾ നടപടിയെടുക്കരുത്. പിന്നെയോ വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ, മാപ്പ് നൽകുക, കണ്ടില്ലെന്ന് നടിക്കുക, പുറത്തു കൊടുക്കുക. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റഹ്മത്ത് നൽകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറാ ദല്ലഹും ഇലാ ബാബിർ റിഫ്ഖ്. ഒരു കുടുംബത്തിൽ ഖൈറുണ്ടാവണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് സൗമ്യമായ സ്വഭാവം അള്ളാഹു നൽകും. മാന്യമായി പെരുമാറുന്ന, സൗമ്യമായി പെരുമാറുന്ന, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുന്ന ഒരു പിതാവും ഒരു മാതാവും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഖൈറുണ്ടാകും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഭാര്യമാരുടെ വിഷയത്തിൽ പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ഇണകളോട് വർത്തിക്കണം. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീകൾക്ക് അവകാശങ്ങളുള്ളതുപോലെ ബാധ്യതകളുമുണ്ട്. ഭർത്താക്കന്മാർക്ക് നൽകേണ്ടുന്ന ബാധ്യതകൾ അവർ നൽകണം. അവകാശങ്ങൾ അവർക്ക് ഭർത്താക്കന്മാർ വിട്ടുകൊടുക്കുകയും വേണം. വലാ തൻസവുൽ ഫദ്ല ബൈനക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത നന്മകൾ നിങ്ങൾ മറന്നു പോകരുത്. ഓരോരുത്തരും മറ്റൊരാൾക്ക് പല നിലക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമയുടെ, സഹനത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ ഒരു മാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ വീടുകളിൽ സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു.